ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഒരു മാസത്തേക്കുള്ള ഗ്രോസറി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ എപ്പോഴും ഗ്രോസറി എടുക്കുന്നത് മാസത്തിലാണ് എടുക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 10 വർഷം കൊണ്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ആഫ്റ്റർ മാരേജ് ഞാനിവിടെ വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ മാസം തോറും ആണ് സാധനം എടുക്കുന്നത്. ചിലരാണെങ്കിൽ ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും എടുക്കുന്നത്, ചിലപ്പോൾ സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് എടുക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മന്ത്ലിയാണ് ഗ്രോസറീസ് എടുക്കാറുള്ളത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യുന്നൊരു കാര്യം, ഇതുപോലെ ലിസ്റ്റ് എഴുതി വെച്ചേക്കും. ലിസ്റ്റ് എഴുതുന്നത് മുന്നേക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ലിസ്റ്റ് എഴുതുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, തീരുന്ന സാധനങ്ങൾ അപ്പം തന്നെ എഴുതി വെക്കാറാണ് ഉള്ളത്. ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇതുപോലൊരു സ്ലിപ്പ് മാഗ്നറ്റ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തീരുന്ന സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ സാധനവും എഴുതി വെക്കാറുണ്ട്. അതിൽ പലതും നേരത്തെ നമ്മുടെ അടുത്ത് ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കിപ്പോൾ ഒരുപാട് മണി മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും തീരുന്ന സാധനങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിരിക്കും. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്, ഇതുപോലെ എന്തൊക്കെ സാധനങ്ങൾ മിസ്സായിട്ടുണ്ട്. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഈ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി നോക്കിയിട്ട് അതിനനുസരിച്ച് എഴുതി ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് കടകളിൽ മാറ്റി ഞാൻ സാധനങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മാരേജ് കഴിഞ്ഞ സമയത്തൊക്കെ ഇവിടെ ശരവണ സ്റ്റോറിൽ നിന്നാണ് സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത്. അന്നത്തെ ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്, ഞാനൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ പറയുന്നത്, ഒരു 10 വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അന്നൊരു 3000 റുപ്പീസിനകത്ത് തന്നെ നമ്മുടെ ഗ്രോസറി പർച്ചേസ് എല്ലാം കഴിയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 10 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ് ഇപ്പോഴത്തെ സാധനത്തിൻ്റെ റേറ്റും മറ്റേ GST മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് മാക്സിമം 6000 ആണ് ആവുന്നത് കേട്ടോ. അതായത് ഈ ഒരു 6000-നുള്ളിലാണ് നമ്മുടെ ഈ ഒരു പർച്ചേസ് വരുന്നത്. അപ്പം ഞാനിങ്ങനെ മാറ്റി കടകളിൽ നിന്ന് എടുക്കാൻ പറഞ്ഞതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഏതെങ്കിലുമൊക്കെ കടകളിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 1-2 രൂപയുടെ ചെറിയ വ്യത്യാസം തോന്നും. അത് നമ്മളിങ്ങനെ ബൾക്കായിട്ട് എടുക്കുമ്പോഴേക്കും അതൊരു വലിയൊരു വ്യത്യാസം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 1-2 സൂപ്പർ മാർക്കറ്റ് ഞങ്ങളിങ്ങനെ മാറ്റി എടുത്ത് നോക്കി. അതുപോലെ തന്നെ ശരവണയിൽ തന്നെ പിന്നെ ഇടയ്ക്ക് വെച്ച് എടുക്കാതിരുന്നു. പിന്നെ ഇപ്പോഴേ വീണ്ടും ശരവണയിലോട്ട് തന്നെ വന്നേക്കുവാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടകൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് റേറ്റിൻ്റെ കാര്യത്തിലും നല്ല ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കാണുമല്ലേ. അപ്പം ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മേടിച്ചപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഭയങ്കരമായിട്ട് പൈസ കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ബ്രാൻഡഡ് സാധനങ്ങളുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ തന്നെ ഉള്ള അവരുടെ പ്രോഡക്റ്റ്സിനുള്ള ക്വാളിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. രണ്ടും ഒരേ ക്വാളിറ്റി തന്നെയാണ്, പക്ഷേ പ്രൈസിൽ നല്ല വ്യത്യാസം തോന്നും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ പച്ചരി ആണെങ്കിലും ടിഫിൻ റൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ മുളക്, കാശ്മീരി മുളക്, മല്ലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ളത് എടുക്കത്തേ ഇല്ല. ഞാൻ ഇതുപോലെ ആ ഷോപ്പിൻ്റെ ഇതിൽ കൊടുക്കുമല്ലോ, അപ്പോൾ അതിലുള്ള പാക്കറ്റുകളിലുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി തന്നെയാണ്. അതും നമുക്ക് തോന്നുന്നതാണ് അതിന് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണ്. പ്രത്യേകിച്ച് ഉഴുന്ന് പോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് തോന്നുമല്ലേ. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഒരു തവണ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, നല്ല വ്യത്യാസം തോന്നും റേറ്റിന്. പിന്നെ മെയിനായിട്ട് നമ്മളെല്ലാവരും പെട്ടുപോകുന്നൊരു കാര്യമാണ്, നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ കൊണ്ടുപോയി സാധനങ്ങൾക്ക് നമ്മൾ എടുക്കുമല്ലേ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബില്ലിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ സൂപ്പർ മാർക്കറ്റ് പോലുള്ള വലിയ കടകളിൽ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ വെച്ചേക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ സാധനം വേണ്ടാന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും, പ്രത്യേകിച്ച് മക്കളെയൊക്കെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ അറിയാതെ അതിൽ നിന്ന് എടുക്കുമല്ലേ, അല്ലെങ്കിൽ മക്കൾ നമുക്ക് ഇതുപോലെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് തരുമല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു ചിലവാണ്, നമ്മൾ പോലും അറിയാതെ ഒരുപാട് പൈസ നഷ്ടപ്പെടുന്നൊരു ചിലവാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഡിസ്പ്ലേയിലിരിക്കുന്ന സാധനങ്ങൾ പോയി എടുക്കരുത്. ഓഫറിനായിരിക്കും അവർ വെച്ചേക്കുന്നത്, പക്ഷേ എന്നിരുന്നാലും നമ്മൾ അതിലൊന്നും പെട്ടുപോകരുത് കേട്ടോ. അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് കൂടിയാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, വീട്ടിൽ നമ്മൾ ഈ
സാധനങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ഞാനാണെങ്കിൽ എപ്പോഴും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയ സാധനങ്ങളാണല്ലോ നമ്മൾ മേടിച്ചത്. അതിലെന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും സാധനങ്ങൾ റേറ്റ് കൂട്ടിയിട്ടിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബില്ല് നമ്മൾ കളയാനായിട്ട് പാടില്ല. സേഫായിട്ട് വീട്ടിൽ കൊണ്ടുവരിക. വന്നതിന് ശേഷം ഒന്നും കൂടി നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. അങ്ങനെ ഞാൻ ദേ ഇരുന്നിട്ട് എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. നമ്മളിങ്ങനെ എഴുതി വെച്ച് ഓരോ സാധനങ്ങളായിട്ട് നമ്മളെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറയുന്നത് അടുത്ത മാസത്തേക്ക് നമുക്ക് ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ തന്നെ, അതായത് വീട്ടമ്മമാർ തന്നെ ഈ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും അല്ലേ, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടുന്നത്, വേണ്ടാത്തത്, ഇല്ലെങ്കിൽ അഡീഷണലായിട്ട് ചില സാധനങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് തോന്നുമല്ലേ. എൻ്റെ ഒരു ഷോപ്പിംഗ് രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ തവണയും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു ഐറ്റം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. മെയിനായിട്ട് ഈ പരിപ്പ് വർഗ്ഗങ്ങളിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ് ഐറ്റംസ് ഞാൻ കൂടുതലും ആമിക്ക് സ്നാക്സ് വീട്ടിലാണ് ചെയ്ത് കൊടുക്കുന്നത്. സ്നാക്സ് ഒന്നും ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് വലുതായിട്ട് മേടിക്കാറില്ല കേട്ടോ, വല്ലപ്പോഴുമാണ് മേടിക്കുന്നത്. അപ്പോൾ അവൾക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഞാൻ നോക്കി വെച്ചിട്ട് അതിന് വേണ്ടുന്ന ഐറ്റംസ് ഞാൻ ഇതുപോലെ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മാസം മേടിച്ച സാധനങ്ങളുടെ ബാലൻസ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് ഒരു 6000 റുപ്പീസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് സാധനങ്ങൾ കഴിഞ്ഞ മാസത്തെ ഇരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രയും വരത്തില്ല. ഞാൻ എറൗണ്ട് ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് പറഞ്ഞത് കേട്ടോ. അതായത് എല്ലാ സാധനങ്ങളും അരി മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ചേർത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മളിങ്ങനെ ഗ്രോസറീസ് ഷോപ്പ് ചെയ്യുമ്പോഴേക്കും അമ്മയൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഗ്രോസറി ഷോപ്പ് ചെയ്യുന്ന സമയത്ത്, വീട്ടു സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് പുളി, ഉപ്പ്, മുളക്, അരി ഇത്രയും സാധനങ്ങൾ എപ്പോഴും നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. നമ്മളത് ഒരിക്കലും കുറവായിട്ട് വരാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ മറക്കാതെ എടുക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ അരിയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മളങ്ങനെ എല്ലാ മാസവും അരി എടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു 5 കിലോ അരിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 കിലോ അരി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 3 മാസത്തേക്ക് വരും. അങ്ങനെയാണ് ഞങ്ങൾ അരി ഷോപ്പ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഒരു നേരത്തേക്കുള്ള ചോറ് മതിയല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ചോറ് മതി. പിന്നെ ഇവിടുത്തെ റൈസ് എന്ന് പറയുന്നത് ഹാഫ് ബോയിൽഡ് റൈസ്, പൊന്നി റൈസാണ് ഞാൻ എടുക്കുന്നത്. VIP-യുടെ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. VIP-യുടെ ശിവാജി റൈസാണ് എടുക്കുന്നത് ഞങ്ങൾ. അപ്പം ഇത് ഞങ്ങൾക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിലൊന്നും ചോറ് വെക്കത്തില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ കലത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉള്ളതുപോലെ തോന്നും. പിന്നെ നമുക്ക് വളരെ കുറച്ച് മാത്രം ചോറും മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അരി ഷോപ്പ് ചെയ്യുന്നത്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മസ്റ്റായിട്ട് വേണ്ട കടുക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാ മാസവും എടുക്കാറുണ്ട്. എൻ്റെ അടുത്തുള്ള കുറച്ച് സ്റ്റോറേജ് ബോക്സസും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഞാനിതൊക്കെ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ പലതും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, ഇപ്പോൾ സ്റ്റോക്കിൽ ഇല്ലയെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോഡ് കൊടുത്തേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഇതൊക്കെ ഞാൻ മേടിച്ചിട്ട് തന്നെ ഒരു 4 വർഷത്തിന് പുറത്തായിട്ടുണ്ട് ഈ സ്റ്റോറേജ് ബോക്സസ് ഒക്കെ. ഈ വൈറ്റ് കളറിലുള്ള ഈ ഒരു മോഡലിലുള്ള ബോക്സുകളിലാണ് ഞാൻ പയർ വർഗ്ഗങ്ങൾ ഇട്ട് വെക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും ഇതുപോലെ വൻപയർ, കടലപ്പരിപ്പ്, കടല, പിന്നെ ഗ്രീൻ പീസ്, ചെറുപയർ പരിപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും സ്റ്റോക്കായിരിക്കും. പിന്നെ ഞാൻ ഇത്തവണ അഡീഷണലായിട്ട് എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ മുതിര മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും ഇത്തവണ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതിൽ വെക്കുന്നതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് വണ്ടൊന്നും കയറത്തില്ല. അപ്പം മാത്രമല്ല നമുക്ക് എടുക്കാനും നല്ല ഈസിയാണ്. അതിൻ്റെ മേലത്തെ ആ പോർഷൻ ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ തന്നെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാനും ഈസിയാണ് കേട്ടോ, ആക്സസ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ എനിക്ക് ആ ഒരു ബോക്സിൽ കൊള്ളാത്ത, അതായത് തികയാത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു ചെറിയൊരു ബോക്സിലേക്ക് മാറ്റുന്നത് കേട്ടോ. ഇതും ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇല്ലെങ്കിൽ ഷോപ്പിലും കിട്ടും ഇങ്ങനത്തെ ബോക്സസുകൾ മേടിക്കാനായിട്ട്. പിന്നെ പെരുംജീരകം, നല്ല ജീരകം, ഇതൊക്കെയാണ് ഞാൻ പിന്നെ എടുക്കുന്നത്. ഈ നല്ല ജീരകവും പെരുംജീരകം, ഗരം മസാല, ഇതൊക്കെ ഞാൻ എപ്പോഴും ഒരു 2-3 മാസത്തിൽ ഒരിക്കലേ എടുക്കാറുള്ളൂ. കാരണം എൻ്റെ അടുത്ത് ഇത് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും, അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ. പിന്നെ കുരുമുളക് ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് മിക്സിയിലിട്ട് മുളക് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, കുരുമുളക്. പിന്നെ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു ചെറിയൊരു ഗ്ലാസ് ബോട്ടിൽസ് കണ്ടോ, അതൊക്കെ ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത്, കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുക്കാനുള്ളൊരു എളുപ്പത്തിനാണ് കേട്ടോ അതങ്ങനെ വെച്ചേക്കുന്നത്.
പിന്നെ എൻ്റെ ഗ്രോസറീസ് ഇതുപോലത്തെ പരിപ്പും പയറുവർഗ്ഗങ്ങളും ഒക്കെ പാൻട്രി ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു ഷെൽഫിലാണ്. ഇതാണ് എൻ്റെ പാൻട്രി ഓർഗനൈസേഷൻ ഷെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഹൈറ്റ് കുറവായ കാരണം കൊണ്ട് തന്നെ എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മാറ്റിയും തിരിച്ചും ഒക്കെ വെച്ച് നോക്കുന്നത് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബോക്സസ് ആണ്. ഈ ബോക്സുകളെന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ ഇതും മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. 2 തവണയായിട്ട് മേടിച്ചതാണ് കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളർ അടപ്പ് വരുന്നതിലുള്ള സെറ്റിൽ 2-3 എണ്ണം അതിൻ്റെ അടപ്പ് ടൈറ്റായിട്ട് വരുന്നുണ്ടായില്ല. അതൊന്നും എനിക്കിങ്ങനെ ഗ്രോസറി ഇട്ട് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതുപോലെ ഫ്രിഡ്ജിലേക്കാണ് വെച്ചേക്കുന്നത് കേട്ടോ. അടപ്പ് ലൂസായിട്ടുള്ള ബോക്സസ് മാത്രം. പിന്നെ ഇതൊക്കെ 1 കിലോയുടെ ഇത് കൊള്ളുന്നതാണ്. അപ്പം ഞാൻ അതിനകത്തും കുറച്ച് പയറുവർഗ്ഗങ്ങളും പരിപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോയാബീൻസ്, പിന്നെ പച്ചരി, ബിരിയാണി റൈസ്, കടല, കറുത്ത കടല, പിന്നെ പാസിപ്പരിപ്പ്, അതായത് ചെറുപയർ പരിപ്പ്, അതൊക്കെയാണ് ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഒരു പാൻട്രി ഓർഗനൈസേഷൻ ഷെൽഫിനകത്ത് കുറച്ച് കർപ്പൂരം കിഴി കെട്ടിയിട്ടിട്ടുണ്ട്. അത് വണ്ടും പ്രാണികളും അതുപോലെ പാറ്റയും പല്ലിയും ഒന്നും വരാതിരിക്കാനാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ല് കാരണം കൊണ്ട് വരത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാസത്തിൽ 1 തവണ കോളിൻ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഗ്രോസറി ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഓഫറിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇത് ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ എനിക്ക് സോപ്പൊക്കെ ആണെങ്കിലും ഒരു 3-4 എണ്ണം വരുന്ന അങ്ങനത്തെ ഒരു സെറ്റ് എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൂജാ റൂമിലത്തേക്ക് വേണ്ടുന്ന ഐറ്റംസ്, ഇപ്പം വിളക്ക് തിരിയൊക്കെ ആണെങ്കിൽ ഒരു 5-6 പാക്കറ്റ് ഒരുമിച്ച് എടുത്ത് വെക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതൊന്നും നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിന് വ്യത്യാസം വരുന്നത് നെക്സ്റ്റ് മന്ത് നമുക്കിതൊക്കെ കുറവായിരിക്കുള്ളൂ. അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചായിരിക്കുള്ളൂ പിന്നെയുള്ള മാസങ്ങളിൽ എടുക്കുന്നത് കേട്ടോ. പിന്നെ നട്ട്സും ബദാമും ഒക്കെ എല്ലാ മാസവും മിക്കവാറും മേടിക്കാറുണ്ട്. കാരണം സ്നാക്സൊക്കെ ഉണ്ടാക്കാനായിട്ട് വേണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ടിഫിൻ റൈസും അതുപോലെ ഉഴുന്നും. ഇത് രണ്ടും ഞാൻ എപ്പോഴും മേടിക്കുന്ന കാര്യമാണ്. ഉഴുന്ന് ഞാൻ ഓൾറെഡി ഒരു ബോക്സിനകത്ത് ആക്കി വെച്ചേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. ടിഫിൻ റൈസാണ് ഞാൻ, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് എന്ന് പറയും. ഇതാണ് ഞാൻ ദോശമാവിന് അരയ്ക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ബേ ലീഫ് ഇട്ട് വെച്ചേക്കുന്നത് വണ്ടൊന്നും കയറാതിരിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പം ഞാനിതിനെക്കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ സെപ്റ്റോയിൽ നിന്നാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ വെജിറ്റബിൾസ് എടുക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ മാസം സെപ്റ്റോയിൽ നിന്നായിരുന്നു ഗ്രോസറി എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്രോസറി എടുത്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന അതേ പ്രൈസ് തന്നെയാണ് സെപ്റ്റോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ഈ ആപ്പ് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഇട്ടേക്കുന്ന കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്ത് നമ്മളിൽ നിന്ന് ഒരുപാട് പൈസ ഇങ്ങനെ പോകുന്നതായിട്ട് തോന്നിയേട്ടാ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6000 ആയിരുന്നു നമ്മുടെ മാക്സിമം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോഴായിട്ട് ഈ ഓരോ സാധനങ്ങൾ മേടിച്ച് നമുക്ക് 6000 മേലെ പോയതായിട്ട് എനിക്കൊരു ഇത് തോന്നി. ഞാനിങ്ങനെ എല്ലാത്തിനും കണക്ക് ഇങ്ങനെ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ കണക്ക് നോക്കിയപ്പോഴേക്കും ഭയങ്കരമായിട്ടൊരു നഷ്ടം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഗ്രോസറി എന്തായാലും സെപ്റ്റോന്ന് എടുക്കുന്നില്ല, ഓൺലൈനായിട്ട് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ വെജിറ്റബിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു ആഴ്ചത്തേക്കുള്ളൊരു മീൽ പ്ലാനിങ് അനുസരിച്ചുള്ള വെജിറ്റബിൾസ് ആയിരിക്കുള്ളൂ ഞാൻ എടുക്കാറുള്ളത്. അപ്പം അതിനനുസരിച്ചുള്ള 1/4 കിലോ വെച്ചിട്ടുള്ള അളവിനാണ് കേട്ടോ എടുക്കുന്നത്. വെജിറ്റബിൾസിൻ്റെ കാര്യം എനിക്ക് തോന്നിയത് കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അത്രയ്ക്കും ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പെട്ടെന്ന് അഴുകി പോകുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അവരുടെ പാക്കിങ്ങിൻ്റെ ഇത് ഗുണം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. സെപ്റ്റോന്ന് എടുക്കുന്ന വെജിറ്റബിൾസ് അത്രയ്ക്ക് അങ്ങനെ അഴുകി പോകുന്നില്ല കേട്ടോ, കുറേ നാൾ നിൽക്കുന്നുണ്ട്. പിന്നെ മുട്ടയും ഞാനിതുപോലെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. ഇത് ആഴ്ചയിൽ ഒരിക്കലാണ് മേടിക്കുന്നത് കേട്ടോ, മുട്ട മേടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 2 ആഴ്ചയോളം ഏകദേശം വരുന്നുണ്ട്. മറ്റേത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഏകദേശം ഒരാഴ്ചയൊക്കെ കൊണ്ട് തന്നെ തീരുകയും ചെയ്യും. മാത്രമല്ല ഒരു 800 ആ ഒരു റേഞ്ചിന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. സെയിം സാധനം ഞങ്ങൾ സെപ്റ്റോന്ന് എടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒരു മാക്സിമം പോയാൽ ഒരു 300 റുപ്പീസ് അല്ലെങ്കിൽ 350 ആ ഒരു റേഞ്ചിന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും ഇതാണ് ലാഭം. രണ്ടിലും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ലാഭം ഉള്ളതിനനുസരിച്ചാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പം നിങ്ങൾ താമസിക്കുന്നിടത്ത് എങ്ങനെയാണ് റേറ്റ് എന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പോൾ ചെന്നൈയിൽ വെജിറ്റബിൾസിന് റേറ്റ് പൊതുവേ കൂടുതലാണോ എന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ സെപ്റ്റോയിൽ നിന്നാണ് വെജിറ്റബിൾസ് എടുക്കുന്നത്. ഗ്രോസറീസൊക്കെ ഷോപ്പിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചീര മേടിക്കാറുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ഒരു കെട്ട് ചീര മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3-4 ദിവസത്തേക്ക് വരും കേട്ടോ. അപ്പം ഞാൻ കൈയോടെ തന്നെ കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ ബോക്സുകളിലാക്കി വെച്ചേക്കും. അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം എടുത്ത് അതാത് ബോക്സുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ
പിന്നെ തലേ ദിവസം മീൽ പ്ലാനിങ് അനുസരിച്ച് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ചീര മാത്രമാണ് നേരത്തെ കൂട്ടി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ ചീര കട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് അഴുകിപ്പോവും. അതുകൊണ്ടാണ് ചീര ഇങ്ങനെ നേരത്തെ കൂട്ടി കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും എനിക്ക് ഗ്രോസറി ഷോപ്പിങ്ങിൽ അല്ലെങ്കിൽ ഒരു മന്ത്ലി ബഡ്ജറ്റ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു ആശ്വാസമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മീൽ പ്ലാനിങ് ആണ് കേട്ടോ. നിങ്ങൾ ഇതുവരെയും ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മീൽ പ്ലാനിങ് നമ്മളൊരു വീക്കിലത്തേക്ക് നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മൾ ഇതിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമായിരിക്കുള്ളൂ ഉപയോഗിക്കുന്നത് അല്ലേ. മാത്രമല്ല വെജിറ്റബിൾസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഇതിനുള്ളിലുള്ളത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പം അത്രയ്ക്കും നമ്മൾ പർച്ചേസ് ചെയ്ത് പൈസ കളയത്തില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഡയറ്റ് ചാർട്ട് പോലെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഒരാഴ്ച നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കഴിക്കുന്നത്, ലീവ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻസ്, ഇപ്പോൾ എഗ്ഗ് ആണെങ്കിലും അല്ലെങ്കിൽ മീറ്റ് ആണെങ്കിലും എന്തൊക്കെയാണ് നമ്മൾ ഒരാഴ്ച കഴിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നതെന്നൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ എല്ലാ വീടുകളിലും ഒരുപോലെ ആയിരിക്കില്ല മീൽ പ്ലാനിങ് നടക്കുന്നത് കേട്ടോ. ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും ആൾക്കാരുടെ ഭക്ഷണ രീതി. ഇപ്പം ഞങ്ങളുടെ വീട്ടിലത്തെ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക്. ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ ഇഷ്ടപ്പെട്ട വിഭവമായിരിക്കില്ല എൻ്റെ മകൾക്കുള്ളത്. അപ്പം നിങ്ങളുടെ മക്കൾക്ക് എന്താണോ ഇഷ്ടം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് വീട്ടിൽ ഇൻലോസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റുന്ന രീതിയിലൊരു മീൽ പ്ലാനിങ് തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു മീൽ പ്ലാനിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കത് കുക്ക് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു രീതിക്കുള്ളൊരു മീൽ പ്ലാനിങ് ആണ് എപ്പോഴും നല്ലത് കേട്ടോ. എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മീൽ പ്ലാനിങ് ചെയ്യുന്നത് അതേപടി ആയിരിക്കില്ല എല്ലാ ദിവസവും ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തതിൻ്റെ ബാലൻസ് ഉള്ള കുറച്ച് ആഹാരമൊക്കെ ചിലപ്പോൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരിക്കും. തലേ ദിവസം വെച്ച കറി ചിലപ്പോൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിലത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊന്നും നമുക്ക് ഈ മീൽ പ്ലാനിങ് അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടും. പെട്ടെന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കിച്ചണിൽ നിന്ന് എന്തുണ്ടാക്കും എന്നിങ്ങനെ കൺഫ്യൂഷൻ അടിക്കാതെ തലേ ദിവസം തന്നെ നമുക്ക് ഈ ഒരു ചാർട്ട് എടുത്തൊന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും സമയവും ഒരുപാട് ലാഭിക്കാം, അതുപോലെ തന്നെ പൈസയും ലാഭിക്കാം. നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനും പറ്റും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു പ്ലാനിങ്ങിലൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഞാനിതിലിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാ ദിവസത്തെയും എഴുതിയിട്ടില്ല. എനിക്കറിയാം എന്തായാലും ആദ്യത്തെ 2 ദിവസം ഇഡ്ഡലിയും ദോശയായിരിക്കും എന്ന്. കാരണം ഞാൻ ഇന്ന് തന്നെ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെയിനായിട്ട് എഴുതുന്നത് ലഞ്ചിൻ്റെതാണ് കേട്ടോ. കാരണം എനിക്ക് ആമിക്ക് സ്കൂളിൽ കൊടുത്ത് വിടണം. പിന്നെ ഞങ്ങൾക്കുള്ളത് ആമി കഴിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അഡീഷണലായിട്ട് അതിൽ ചേർക്കും. പിന്നെ ഡെയിലി ആമിക്ക് ഒരു ഓംലെറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്തായാലും ഈ മീൽ പ്ലാനിങ്ങിൽ വരും. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഈ ഒരു പ്ലാനറിൽ ഞാൻ എഴുതി ചേർക്കാറുമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നെക്സ്റ്റ് വീക്കിലത്തേക്ക് അല്ലെങ്കിൽ പിന്നീടുള്ള ഫ്യൂച്ചറിലോട്ടുള്ള മീൽ പ്ലാനിങ്ങിന് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നൈറ്റ് ഞങ്ങൾക്ക് ഡിന്നറിന് ചപ്പാത്തിയാണ് ഡെയിലി. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കറിയും ഞാൻ തലേ ദിവസമാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതും എഴുതി വെക്കാത്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരാഴ്ചത്തേക്കുള്ള മീൽ പ്ലാനിങ് ചെയ്യുന്നത്. ഞാനിപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണ് ചെയ്തേക്കുന്നത്. സാറ്റർഡേ സൺഡേയിലത്തെ കാര്യം പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. ചിലപ്പോൾ ഇതുപോലെ തലേ ദിവസം ഉണ്ടാക്കിയതിൻ്റെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ സ്പെഷ്യലായിരിക്കും. ചിലപ്പോൾ ചില വീക്കുകളിലൊക്കെ ചിക്കനോ ഫിഷോ ഒക്കെ മേടിക്കാറുണ്ട്. ചിലപ്പോൾ മട്ടൻ മേടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാനിപ്പോൾ ഈ മീൽ പ്ലാനിങ്ങിൻ്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നില്ല, സാറ്റർഡേ സൺഡേയിലത്തെ കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മീൽ പ്ലാനിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്കും എന്തായാലും ഒരു മീൽ പ്ലാനിങ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഗ്രോസറീസ് എടുക്കുന്ന സമയത്താണെങ്കിലും വെജിറ്റബിൾസ് ഷോപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.